അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജുമുഅ നമസ്കാരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ നേരത്തെ എത്തുക, 2 റക്അത്ത് ജുമഅയ്ക്ക് മുമ്പുള്ള പള്ളിയിൽ പ്രവേശിക്കുക എന്നതിന്റെ പേരിലുള്ള തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കുക. ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ വൈകി പള്ളിയിൽ എത്തുമ്പോൾ ബാങ്ക് കൊടുത്തുപോയി. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബാങ്ക് കൊടുത്തുപോയി കഴിഞ്ഞാൽ പള്ളിയിൽ കയറുന്ന ഒരാൾ ആ ബാങ്കിന് ഉത്തരം കൊടുക്കുന്ന സമയവും അവിടെ നിൽക്കുകയും ബാങ്കിന് ഉത്തരം കൊടുത്ത ശേഷം പിന്നീട് നമസ്കരിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഇത് തെറ്റാണ്, ഹറാമാണ്, മക്റൂഹാണ്, ബിദ്അത്താണ് എന്നല്ല പറയുന്നത്. മറിച്ച് അവിടെ നാം ചെയ്യേണ്ട ഏറ്റവും സൂക്ഷ്മമായി നിലപാട് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു സുന്നത്ത് നമസ്കാരമാണ് ജുമുഅക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം. അത് റവാത്തിബല്ല, തഹിയ്യത്താണ്. ഈ നമസ്കാരം നിർവഹിക്കാതെ ഇരുന്ന സ്വഹാബിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമസ്കരിച്ചതായി പോലും ഹദീസിൽ കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുലൈഖുൽ ഖത്ഫാൻ ഗോത്രക്കാരനായ സുലൈഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നു. അദ്ദേഹം നമസ്കരിക്കാതെയാണ് ഇരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. അപ്പോൾ റസൂൽ പറയുകയാണ്, ഖും ഫർകഅഹുമാ, എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക. അപ്പൊ ജുമുഅക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം ജുമുഅയുടെ ആദാബുകളിൽപ്പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടതാണ്. അപ്പൊ അത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. ഇനി പള്ളി കയറുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ബാങ്കിന് ഉത്തരം കൊടുക്കണോ അത് നമസ്കരിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ബാങ്കിനേക്കാൾ പ്രാധാന്യം ജുമുഅയുടെ ഖുതുബയാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ മൗഇലത്തുൽ ഇമാമിന്റെ ഉപദേശമാണ്. അപ്പൊ ഖുതുബയാണ് അവിടെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി അവിടെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്ന സമയം കാത്തിരിക്കേണ്ടതില്ല. അയാൾക്ക് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ ഇരിക്കാവുന്നതാണ്. ഏതുപോലെ ഒരു പള്ളിയിൽ ജമാഅത്തായി ഫർദ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്നു, തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല, ആ ജമാഅത്തിലേക്ക് കൂടാം എന്നാണ് ഹദീസുകളിലുള്ളത്. കാരണം അവിടെ തഹിയ്യത്ത് എന്ന സുന്നത്തിനേക്കാൾ, റവാത്തിബ് എന്ന സുന്നത്തിനേക്കാൾ പ്രാധാന്യം അവിടെയുള്ള ജമാഅത്തിനാണ്. കാരണം ഫർളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജുമുഅ ഖുതുബയാണ് പ്രാധാന്യമുള്ള വിഷയം. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ബാങ്കിന് ഇസ്തിജാബത്ത് കൊടുക്കാൻ വേണ്ടി ഉത്തരം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. അപ്പോൾ തന്നെ സുന്നത്ത് നമസ്കരിച്ച് അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.